ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സിന് സാക്ഷിയായതിന്റെ ഹാങ് ഓവർ ഇന്നും ഇന്ത്യൻ ആരാധകർക്ക് മാറിയിട്ടില്ല. ആ വെടിക്കെട്ടിൽ തീർന്ന മറ്റൊരു റെക്കോർഡിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ T20 ടീമിലെ തകർപ്പൻ താരങ്ങളായ സഞ്ജുവും തിലക് വർമ്മയുമാണ് ആ റെക്കോർഡ് കുറിച്ചത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിൽ അവസാന മത്സരത്തിൽ 5ാം ഓവറിലാണ് അഭിഷേക് ശർമ്മ ഔട്ടാകുന്നത്. ആ സമയം സഞ്ജുവും അഭിഷേകും കൂടി ഇന്ത്യക്ക് സമ്മാനിച്ചത് 73 റൺസാണ്. ഇതിനുശേഷം കളിക്കളത്തിലേക്ക് തിലക് വർമ്മ എത്തുന്നു. പിന്നെ കണ്ടത് ഒരു കിടിലൻ കൂട്ടുകെട്ടാണ്. ഇരുവരും ചേർന്ന് ഇന്ത്യയെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചു. ആ കൂട്ടുകെട്ട് ഇപ്പോൾ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. 210 റൺസാണ് രണ്ടുപേരുടെയും കൂട്ടുകെട്ടിൽ പിറന്നത്. ഇത് ഇന്ത്യയിൽ ഇതുവരെ ഒരു T20 കൂട്ടുകെട്ടിലും പിറക്കാത്ത റൺ വേട്ടയാണ്. 2024 അഫ്ഗാനിസ്ഥാനെതിരായ T20 മത്സരത്തിൽ 190 റൺസ് പാർട്ട്ണർഷിപ്പിൽ നേടിയ രോഹിത് ശർമ്മയുടെയും റിങ്കു സിംഗിന്റെയും റെക്കോർഡാണ് ഇരുവരും ചേർന്ന് തകർത്തത്. മാത്രവുമല്ല, ഈ ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പ് സ്കോർ ലിസ്റ്റിൽ ആദ്യമായല്ല സഞ്ജു എത്തുന്നത്. ഇന്ത്യയിലെ ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പ് സ്കോർ ലിസ്റ്റിലെ ആദ്യത്തെ 5 കൂട്ടുകെട്ടിൽ 3 എണ്ണത്തിൽ ഒരു പാർട്ട്ണർ സഞ്ജുവാണ്. 2022 അയർലാൻഡിനുള്ള T20 മത്സരത്തിൽ ദീപക് ഹൂഡയും സഞ്ജുവും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ആദ്യ 5ൽ 3ാം സ്ഥാനത്തുള്ളത്. 176 റൺസാണ് ഇരുവരും ചേർന്ന് സ്വന്തമാക്കിയത്. ആദ്യത്തെ 5ലെ 4ാം സ്ഥാനത്തും സഞ്ജുവിന്റെ പേരുണ്ട്. 2024 തന്നെയാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത. ബംഗ്ലാദേശിന് എതിരെ നടന്ന T20 മത്സരത്തിൽ സഞ്ജുവും സൂര്യകുമാർ യാദവും ചേർന്ന കൂട്ടുകെട്ടിൽ 173 റൺസാണ് വരുന്നത്. ഇപ്പോഴത്തെ 2024 തന്റെ തന്നെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയാണ് സഞ്ജു. അതേസമയം ഇന്ത്യയുടെ പുതിയ കരുത്തായി തിലക് വർമ്മയും മാറുകയാണ്. തുടർച്ചയായ 2ാം സെഞ്ചുറിയാണ് തിലക് വർമ്മയുടേത്. 41 പന്തിൽ 6 ഫോറും 9 സിക്സറും സഹിതമാണ് തിലകിന്റെ സെഞ്ചുറി. ഇന്നിംഗ്സിലാകെ 9 ഫോറും 10 സിക്സറും സഹിതം 120 റൺസോടെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോറും പിറന്നു. അതേസമയം 3 തവണയാണ് ഈ 2 ഇന്ത്യൻ താരങ്ങളെയും ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർമാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. 2 തവണയാണ് തിലക് വർമ്മയെ ഫീൽഡർമാരുടെ പിഴവ് രക്ഷിച്ചത്. ജെറാൾഡ് കോട്സിയുടെ 15ാം ഓവറിൽ 77 നിൽക്കെയാണ് ആദ്യ ക്യാച്ച് നഷ്ടമാകുന്നത്. തൊട്ടടുത്ത ഓവറിൽ മാർക്കോ ജാൻസന്റെ പന്തിലാണ് സഞ്ജുവിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയത്. സഞ്ജുവിന്റെ ഷോട്ട് ബൗളറുടെ കയ്യിൽ തട്ടിയാണ് തെറിച്ചത്. 91 റൺസിൽ നിൽക്കുകയായിരുന്നു ഇത്. 95ൽ നിൽക്കെ സിക്സറിനുള്ള ശ്രമമാണ് തിലക് വർമ്മയുടെ അടുത്ത ക്യാച്ച്. കോട്സയുടെ പന്തിൽ ജാൻസനാണ് ക്യാച്ച് നഷ്ടപ്പെടുത്തിയത്. ഇന്ത്യൻ ആരാധകരുടെ ചങ്കെടുപ്പ് കൂട്ടിയ നിമിഷങ്ങൾ എന്ന് പറയുന്നതിലും തെറ്റില്ല. എന്തായാലും ഇരുവരുടെയും ഈ പാർട്ട്ണർഷിപ്പ് ചരിത്രം കുറിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ T20 ടീമിൽ ഇരുവർക്കും ലോങ് റൺ ലഭിക്കുമെന്ന് തന്നെ